ഹായ് ഓൾ അസ്സലാമു അലൈക്കും. എസ് വേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കൊരു മട്ടൻ കറി തയ്യാറാക്കി നോക്കിയാലോ? പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മട്ടൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാനിവിടെ ഒരു കിലോ മട്ടനാണ് എടുത്തിരിക്കുന്നത്. 1 കിലോ മട്ടൻ നല്ല അടിപൊളിയായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ആദ്യമേ ഈ മട്ടൻ ഒന്ന് വേവിച്ചെടുക്കണം. അതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് മസാലകളൊക്കെ വേണം. 2 സ്പൂൺ മല്ലിപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക്, വലിയ ജീരകം, മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി ഞാൻ മിക്സിയിലെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 3-4 കഷ്ണം ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഒന്ന് പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. നല്ലതുപോലെ പേസ്റ്റായിട്ട് ഞാൻ അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഈ അരപ്പെല്ലാം കൂടെ മട്ടനിലോട്ട് ഇട്ട് കൊടുക്കുക. അതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അരപ്പും എല്ലാം നല്ല മട്ടനിൽ പിടിക്കുന്ന രീതിയിൽ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിന് വേവാൻ വേണ്ടിയുള്ള കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഞാൻ അടുപ്പിലോട്ട് വേവിക്കാൻ വെക്കുകയാണ്. അതൊന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് ഇതിനാവശ്യമായിട്ടുള്ള കുറച്ച് ഉള്ളിയൊക്കെ നമുക്ക് വഴറ്റിയെടുക്കണം. 2 വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത്, കുറച്ച് കൊച്ചുള്ളി, 1.5 തക്കാളി ഇതെല്ലാം കൂടി അരിഞ്ഞ് റെഡിയാക്കി വെക്കുക. അടുപ്പിലോട്ടൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കുറച്ച് ഉലുവയും കൂടി ഇട്ട് കൊടുക്കുക. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് കുറച്ച് കരിയാപ്പില ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി എല്ലാം കൂടെ അതിനകത്ത് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ഉള്ളി നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒരുവിധം വഴണ്ട് വരുമ്പോഴത്തേക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. ഞാനിവിടെ ഒരു കുറച്ച് ഉപ്പ് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. നേരത്തെ മട്ടനിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നല്ല ഒരുവിധം വഴറ്റിയെടുക്കുക. ഒരുവിധം വഴണ്ട് വരുമ്പോഴത്തേക്ക് അതിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല അടിപൊളിയായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോഴത്തേക്ക് അതിനാവശ്യമായിട്ടുള്ള മസാലകളൊക്കെ ഒന്ന് എടുത്ത് വെക്കാം. 2 സ്പൂൺ മല്ലിപ്പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി, 1.5 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ കറി മസാലപ്പൊടി ഇതെല്ലാം കൂടെ നല്ല വഴണ്ട് വന്നിരിക്കുന്ന ഉള്ളിയിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക. ഉള്ളിയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ അടിപൊളിയായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്ത് അതിൻ്റെ പച്ചമണം മാറുന്നവരെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ മട്ടൻ ഒരുവിധമൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ ഒന്ന് വറ്റി ഒരുവിധം വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. ആ മട്ടൻ നമ്മുടെ ആ മസാലയിലേക്കൊന്ന് ഇട്ട് കൊടുക്കണം. മസാലയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ഇതുപോലെ നല്ലതുപോലെ ഒന്ന് ഇളക്കി റെഡിയാക്കി എടുക്കണം. മസാലയെല്ലാം മട്ടനിൽ പിടിക്കുന്ന രീതിയിൽ ഇതുപോലെ ഇളക്കി കൊടുക്കുക. നല്ലതുപോലെ ഒന്ന് ഇളക്കി എടുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ 1 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാൻ നോക്കണം. 1 കപ്പ് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. അതൊന്ന് കുറച്ച് നേരം ഒന്ന് വെന്ത് വരട്ടെ. മട്ടൻ കറി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി മട്ടൻ കറി റെഡി ആയിട്ടുണ്ട്. അതിന് മേലെ ഞാൻ കുറച്ച് കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല വെള്ളമൊക്കെ വറ്റി കുറുകി റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ചൂട് കപ്പയുടെ കൂടെ നല്ല ചൂട് മട്ടൻ കറി കൂട്ടി കഴിക്കുന്ന നല്ല സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്